ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംസ്ഥാന പുനഃസംഘടനയാണ്. PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിരന്തരമായി ചോദിച്ചു വരുന്നിട്ടുള്ളൊരു ഹോട്ട് ടോപ്പിക്കാണിത്. സോ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സംസ്ഥാന പുനഃസംഘടന. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? എസ്കേദർ കമ്മിറ്റി. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? എസ്കേദർ കമ്മിറ്റി. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷനാര്? എസ്കേദർ. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എസ്കേദർ. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റി. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങൾ. JVP കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങൾ. JVP കമ്മിറ്റി അംഗങ്ങൾ ആരെല്ലാം? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. JVP കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. 1954 തെലുങ്കു ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് നിരാഹാരം കിടന്ന് മരണപ്പെട്ട വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു. 1954 തെലുങ്കു ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് നിരാഹാരം കിടന്ന് മരണപ്പെട്ട വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷമേത്? 1953 നവംബർ 1. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷമാണ് 1953 നവംബർ 1. 1953 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തെപ്പറ്റി പഠിക്കാൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ നിയമിച്ചതാര്? ഇന്ത്യ ഗവൺമെന്റ്. 1953 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തെപ്പറ്റി പഠിക്കാൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചതാരാണ്? ഇന്ത്യ ഗവൺമെന്റ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാം? 3 അംഗങ്ങൾ. ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാണ് KM പണിക്കർ. 1955 നെഹ്റു ഗവൺമെന്റിനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്ത കമ്മിറ്റി ഏതാണ്? ഫസൽ അലി കമ്മിറ്റി. 1955 നെഹ്റു ഗവൺമെന്റിനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്ത കമ്മിറ്റിയാണ് ഫസൽ അലി കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്ന് നിയമം പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭരണഘടനാ ഭേദഗതി 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്ന് നിയമം പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയാണ് 7ാം ഭരണഘടനാ ഭേദഗതി
1956. ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ നിലവിൽ വന്നതെന്ന്. 1956 നവംബർ 1. ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങൾ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ നിലവിൽ വന്നത് 1956 നവംബർ 1. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5 ജില്ലകൾ. 1960 മെയ് 1 ബോംബെ സംസ്ഥാനം വിഭജിച്ചിട്ടുണ്ടായ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? മഹാരാഷ്ട്രയും ഗുജറാത്തും. 1960 മെയ് 1 ബോംബെ സംസ്ഥാനം വിഭജിച്ചിട്ടുണ്ടായ സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും. 1956 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? കേരളം, തമിഴ്നാട്, കർണാടക. 1956 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനങ്ങളാണ് കേരളം, തമിഴ്നാട്, കർണാടക. 1960 മെയ് 1 അല്ലെങ്കിൽ തൊഴിലാളി ദിനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഗുജറാത്തും മഹാരാഷ്ട്രയും ബോംബെ വിഭജിച്ചിട്ടാണ്. 1960 മെയ് 1 അല്ലെങ്കിൽ തൊഴിലാളി ദിനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഗുജറാത്തും മഹാരാഷ്ട്രയും ബോംബെ വിഭജിച്ചു. 1963 ഡിസംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. 1963 ഡിസംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. 1960 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഹരിയാന. 1966 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനമാണ് ഹരിയാന. 1972 ജനുവരി 21 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? മണിപ്പൂരും മേഘാലയയും. 1972 ജനുവരി 21 രൂപം കൊണ്ട സംസ്ഥാനമാണ് മണിപ്പൂരും മേഘാലയയും. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂര്. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനമാണ് മണിപ്പൂര്. സംസ്ഥാന പുനഃസംഘടന. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? 1954 തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് നിരാഹാരം കിടന്ന് മരണപ്പെട്ട വ്യക്തി ആരാണ്? ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷമേത്? 1953 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തെപ്പറ്റി പഠിക്കാൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാം? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റൊരു പേരെന്ത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? 1955 നെഹ്റു ഗവൺമെന്റിന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്ത കമ്മിറ്റി ഏത്?
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്ന് നിയമം പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 1960 മെയ് 1 ബോംബെ സംസ്ഥാനം വിഭജിച്ചിട്ടുണ്ടായ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? 1956 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? 1960 മെയ് 1 തൊഴിലാളി ദിനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? 1963 ഡിസംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? 1966 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? 1972 ജനുവരി 21 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണെന്നാണ്. ആൻസർ വരുന്നത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. രണ്ടാമത്തത്, 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? എസ് കേദർ കമ്മിറ്റിയാണ്. മൂന്നാമത്തെ വരുന്നത് 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്നാണ്. ആൻസർ എസ് കേദർ. നാലാമത്തത് 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റി. അഞ്ചാമത്തത്, JVT കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങൾ. JVP കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആരെല്ലാമാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഏഴാമത്തത്, 1954 തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് നിരാഹാരം കിടന്ന് മരണപ്പെട്ട വ്യക്തി ആരെന്നാണ്? പോറ്റി ശ്രീരാമുലു. എട്ടാമത്തത് വരുന്നത്, ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ്. ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1953 നവംബർ 1 പത്താമത് വരുന്നത്, 1953 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തെ പറ്റി പഠിക്കാൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചതാരാണ്? ഇന്ത്യ ഗവൺമെന്റ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആര്? 3 അംഗങ്ങളാണുള്ളത്. ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കര്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റൊരു പേരെന്താണ്? ഫസൽ അലി കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിട്ടുള്ള അംഗാരാണ്? KM പണിക്കരാണ്. 1955 നെഹ്റു ഗവൺമെന്റിന് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്ത കമ്മിറ്റി ഏതാണ്? ഫസൽ അലി കമ്മിറ്റിയാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്ന് നിയമം പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭരണഘടനാ ഭേദഗതി 1956 ആണ്. പിന്നെ വരുന്നത്, ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്ന വർഷം ഏതാണ്? 1956 നവംബർ 1 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? ആൻസർ 5 ജില്ലകളാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, 1960 മെയ് 1 ബോംബെ സംസ്ഥാനം വിഭജിച്ചിട്ടുണ്ടായ സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ്. മഹാരാഷ്ട്രയും ഗുജറാത്തുമാണ്. 1956 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? കേരളം, തമിഴ്നാട്, കർണാടക. 1960 മെയ് 1 അല്ലെങ്കിൽ തൊഴിലാളി ദിനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഗുജറാത്തും മഹാരാഷ്ട്രയും. 1963
ഡിസംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, 1966 നവംബർ 1 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഹരിയാന. 1972 ജനുവരി 21 രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? മണിപ്പൂരും മേഘാലയയാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോസിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ